ഇന്ന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പച്ചടി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്, ചെറിയ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇനി പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിലാണ് ഞാൻ പച്ചടി റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകിൻ്റെ എരി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ പൈനാപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൈനാപ്പിൾ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാകുമ്പോൾ പൈനാപ്പിൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു പൈനാപ്പിളിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ 1/2 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അധികം വെള്ളം ചേർത്ത് തേങ്ങ അരയ്ക്കരുത്. അപ്പോൾ ആ തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പൈനാപ്പിളിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. തൈര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 2 മിനിറ്റ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അധിക സമയമായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട കറി. ഇനി ഈ കറി ഇരിക്കുന്നിടത്തോളം ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്കൊരു വറവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നാൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ പച്ചടിയുടെ മുകളിലായിട്ട് ഈ വറവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഓണത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻസ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ബെല്ലൈക്കണിലെ ഓൾ സെലക്ട് ചെയ്യണേ. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.